പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. എഫേസ്യരുടെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് ഇവിടെ നമ്മൾ വായിച്ചത്. ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നുള്ള ആ തിരുവെഴുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലർക്കും ഒരുപക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ മാത്രം അതിനെ വിശ്വസിക്കാം എന്നൊക്കെ പല ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും പലരുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുക്കുകയും ഹല്ലേലൂയ, അഥവാ ലോക സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരുന്നു എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ലോകം നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ജനത്തെ ഒരുക്കണമെന്ന് ക്രിസ്തുവിൽ കളങ്കമില്ലാത്ത നീതിമാന്മാരെ നിഷ്കളങ്കരെ എഴുന്നേൽപ്പിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാരണം ലോകം സൃഷ്ടിച്ചതിന് ശേഷമല്ല മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ നിഷ്കളങ്കരും വിശുദ്ധരുമായവരെ തിരഞ്ഞെടുക്കുവാൻ പിതാവായി ദൈവത്തിന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചതാണ്. ആ ചിന്തയാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിൽ കളങ്കമില്ലാത്ത നീതിമാന്മാരെ എഴുന്നേൽപ്പിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം മുമ്പേ എന്തെല്ലാം ചിന്തിച്ചിരുന്നാലും ശരി, ഇപ്പോൾ നാം ദൈവവചനം വെള്ളത്തിന്റെയും രക്തത്തിന്റെയും ആത്മാവിന്റെയും വചനം എന്ന് വിശ്വസിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, യേശുക്രിസ്തുവിന്റെ സ്നാനവും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവുമായിട്ട് മനുഷ്യന്റെ രക്ഷയുമായിട്ട് എന്താ ബന്ധമാണ്? എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കണം. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനിൽ യോർദാനിൽ സ്നാനമേറ്റപ്പോൾ തന്നെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരത്തിന് ഒരു മാർഗമായി, ഒരു തെളിവായി അത് വെളിപ്പെടുന്നു. അപ്പോൾ തന്നെ ഒരു ക്രൂശിലെ മരണത്തിൽ അവന്റെ അവസാനത്തുള്ളി രക്തം ചൊരിയപ്പെട്ടതോടുകൂടി മനുഷ്യന്റെ സകല പാപത്തിന്റെ കറകളെയും കഴുകിയതായിട്ടും കാണാൻ കഴിയും. അപ്പൊ സ്നാനവും കർത്താവിന്റെ ക്രൂശും മരണവും ഒന്നിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ ഇതിൽ രണ്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലോക സ്ഥാപനത്തിനു മുമ്പേ നിഷ്കളങ്കരും വിശുദ്ധരുമായ ഒരു കൂട്ടം ജനത്തെ തെരഞ്ഞെടുക്കണമെന്നുള്ള പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇവിടെ നിറവേറുന്നത് എന്ന് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നമ്മോട് പറഞ്ഞത് അവന്റെ കുഞ്ഞാട് യേശുക്രിസ്തു ലോകത്തിന്റെ സകല പാപവും ചുമന്ന് മനുഷ്യരാശിക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തുവെന്നാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാകിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ആ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വർഷം തോറും നടത്തി വരുന്ന അതേ യാഗങ്ങൾ അവരെ ഒരിക്കലും സമ്പൂർണരാക്കിയിരുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ന്യായപ്രമാണം എന്നത് വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു, അല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ല. വരുവാനുണ്ടായിരുന്ന മശിയ അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നമ്മെ എല്ലാവരെയും ഒരിക്കലായി നീതീകരിച്ച് സമ്പൂർണരാക്കി ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് കിടന്ന് ദൈവമായി യാതൊരു ബന്ധമില്ലാതിരുന്ന സകല ജനത്തെയും ഹല്ലേലൂയ ക്രിസ്തുവിൽ സമ്പൂർണരാക്കി എടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്കായി അവൻ സ്വീകരിച്ച സ്നാനത്തിലൂടെയും പ്രായശ്ചിത്ത മരണത്തിലൂടെയും അല്ലെങ്കിൽ അവൻ നമ്മെ സമ്പൂർണരാക്കി എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചും ചിന്തിച്ചും പലരും ക്രിസ്തുവിന്റെ സ്നാനത്തെയും ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും തെറ്റായി വ്യാഖ്യാനിച്ച് ക്രിസ്തുവിലൂടെ മനുഷ്യർക്ക് ലഭിച്ച ആ സമ്പൂർണ്ണ രക്ഷയെ തള്ളിക്കളയുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് നമ്മുടെ പാപത്തിന് പരിഹാരം നൽകി നാം സമ്പൂർണരായി ക്രിസ്തുവിൽ നാം നിഷ്കളങ്കരും വിശുദ്ധരും
വിശുദ്ധരുമാകുവാൻ വേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു എന്ന് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തിരുന്നു. ഹല്ലേലൂയ. അത് ദൈവവചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും. ആകയാൽ യേശു എബ്രായ ലേഖനം 10 പഠിക്കുമ്പോൾ പറയുന്നത്, ഹല്ലേലൂയ, യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം 10 പറയുന്നത്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. തിരുവചനം പറഞ്ഞ് ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്നു. അപ്പം ഭൂമിയിലെ സകല പുരോഹിതന്മാരും ആണ്ടുതോറും തങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം വരുത്തുവാൻ യാഗങ്ങൾ കഴിക്കുമ്പോൾ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പാപപരിഹാരം കർത്താവായ യേശു ക്രൂശിലൂടെ നമുക്ക് നൽകി കഴിഞ്ഞു. അതിനെ നാം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ സകല സൃഷ്ടിക്കും മുമ്പേ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തു. അതാ ലോക സ്ഥാപനത്തിന് മുമ്പേ. എന്തിനാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്? എന്തിനാണ് അങ്ങനെ നമ്മൾ തിരഞ്ഞെടുപ്പാൻ കാരണം? നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്, നാം നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിനെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പാപശരീരത്തിൽ വസിച്ച് പാപത്തിൽ ജീവിച്ച് നിങ്ങൾ പാപത്തിൽ വരിച്ച് നരകക്കടലിലേക്ക് നിങ്ങൾ പോകാതെ ലോക സ്ഥാപനത്തിനു മുമ്പേ നിങ്ങളെ തിരഞ്ഞെടുത്തുള്ള ബോധ്യത്തോടെ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി ക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നിത്യമായ രാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം അത് നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നത് കാണാൻ കഴിയും. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് അരളിച്ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരളിച്ചതിന് ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരളിച്ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ ഈ ലോക ജീവിതം താൽക്കാലികമാണ്. എത്ര കാലം കിട്ടും, എത്ര ദിവസം കിട്ടും, എത്ര മണിക്കൂർ കിട്ടും നമുക്കറിയത്തില്ല. എന്നാൽ ലോക സ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ തിരഞ്ഞെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ നിഷ്കളങ്കരും വിശുദ്ധരുമാക്കിയെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് വേണ്ടി നൽകി തന്ന ക്രൂശ് മരണത്തിലെ യാഗമരണത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ ഭൂമിയിലെ നിങ്ങളുടെ താൽക്കാലിക ജീവിതം അവസാനിച്ച് നിങ്ങൾക്ക് നിത്യമായ ജീവിതം ലഭ്യമാകുന്നത് സ്വർഗരാജ്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരണം. ഭൂമി മനുഷ്യന്റെ യാഗങ്ങൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ മനുഷ്യൻ ചെയ്യുന്ന യാതൊരു ക്രിയകൾ കൊണ്ടോ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവനെ ശുദ്ധീകരിക്കുവാനോ കഴിയില്ല. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്. ഇന്ന് പകൽ നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ അതിനെ അതിജീവിക്കണമെങ്കിൽ, നിങ്ങൾ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മരണാനന്തരം നിത്യ നരകത്തിലേക്ക് പോകാൻ നിത്യ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് പകൽ യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കണം. യേശു ക്രിസ്തു തന്റെ സ്നാനത്തിലൂടെയും ക്രൂശിലെ രക്തത്തിലൂടെയും ലോകത്തിന്റെ സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഈ പാപലോകത്തിന് മോചനം തരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജനത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിലെ മരണത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ് യാഗമായി ഭരമയാഗമായി തീർന്ന കർത്താവേ, ലോക സ്ഥാപനത്തിന് മുമ്പ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ക്രിസ്തു നിഷ്കളങ്കരാക്കാൻ വേണ്ടി അവിടെ ഞങ്ങൾക്ക് വേണ്ടി കഴിച്ച യാഗത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആ ശരീരം വിശ്വസിക്കുന്നു. വീണ്ടെടുപ്പ് സകല ജനത്തിനും കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ